ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഈ നമ്മുടെ സെക്ഷൻ കൺട്രോളർ എക്സാമിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും എക്സാമിനേഷൻ സെൻറ്റർ എവിടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണും, എക്സാമിനേഷൻ്റെ ടൗൺ എവിടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണും. പലരും ഓൾറെഡി ട്രാവൽ ചെയ്യുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് കടക്കുന്നതിനേക്കാൾ മുന്നേ ഈ അവസാന മണിക്കൂറുകളിൽ നിങ്ങൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അതൊന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സെഷൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് അത് മാത്രമേ ഞാൻ നിങ്ങളത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുള്ളൂ. നിങ്ങൾ ഇതിനകത്ത് കണ്ടന്റിനെ പറ്റിയിട്ടോ ക്ലാസ്സിനെ പറ്റിയിട്ടോ ഒരുപാട് കാര്യങ്ങളൊന്നും ഈ സമയത്ത് പറഞ്ഞിട്ടോ അത് പറഞ്ഞു തന്നുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാനോ ഉള്ള സമയമോ സാഹചര്യം ഇനിയില്ല. അപ്പോൾ ഇല്ല, അവസാന നിമിഷങ്ങളിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഒന്ന് ഓർമ്മപ്പെടുത്തിയെടുക്കുക. അത് മാത്രമാണ് ഈ സെഷൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഓരോ വിഷയത്തെയും എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ സമീപിക്കേണ്ടത്, അതുപോലെ തന്നെ വാട്ട് ഓൾ തിങ്സ് യു നീഡ് ടു നോ അബൌട്ട് CBT. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് നിങ്ങൾ ഇപ്പോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ടെസ്റ്റിന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്നുള്ളതും ആണ് നമ്മൾ പ്രധാനമായിട്ടും ഈ സെഷനിൽ പറയാനായിട്ട് പോകുന്നത്. നമുക്ക് സമയം കളയാതെ തന്നെ ഓരോന്നിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിനെയും എക്സാമിനേഷൻ ഹാളിലേക്ക് നിങ്ങൾ സമീപിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുട്ടികളാണ്. നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ സിലബസിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ 3 ടോപ്പിക്സ് ആണ്. അനലിറ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ കേപ്പബിലിറ്റി 60 മാർക്ക്, അതായത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് 60% വെയിറ്റേജ് ഈ ടോപ്പിക്സിനാണ് വരുന്നത്. 120 മിനിറ്റ് ആണ് നിങ്ങളുടെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറാണ് നിങ്ങളുടെ പരീക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ 60 മാർക്ക്, 100 മാർക്കിൽ 60 മാർക്ക് എന്തിനാണ്? ഈ പറയുന്ന അനലിറ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ കേപ്പബിലിറ്റിക്കാണ്. 20 മാർക്ക് ലോജിക്കൽ കേപ്പബിലിറ്റിക്കാണ്. 20 മാർക്ക് എന്തിനാണ്? മെന്റൽ റീസണിങ്ങിനാണ്. അങ്ങനെ ആകത്തുക 100 മാർക്ക്, 100 ക്വസ്റ്റ്യൻ, 100 മാർക്ക്, 120 മിനിറ്റ്, അഥവാ 2 മണിക്കൂറിൻ്റെ പരീക്ഷ. നെഗറ്റീവ് മാർക്ക് വരുന്നത് -1/3. ഇത് ഓൾറെഡി RRB പരീക്ഷകൾക്കെല്ലാം അങ്ങനെ തന്നെയാണ്. ഓൺലി തിങ് ഇവിടെ നിങ്ങൾക്ക് അരമണിക്കൂർ കൂടുതൽ സമയമുണ്ട്. സാധാരണ 90 മിനിറ്റ് 100 ചോദ്യമാണ് വരാറ്. എന്നാൽ ഇവിടെ 2 മണിക്കൂർ അഥവാ 120 മിനിറ്റ് 100 ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതെന്തിനാണ് ഞാൻ വീണ്ടും പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 2 സാധ്യതയാണുള്ളത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 60 ചോദ്യങ്ങൾ ചിലപ്പോൾ ഈ പറയുന്ന അനലിറ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ കേപ്പബിലിറ്റി, അതായത് സെക്ഷൻ വൈസ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് വരാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മിക്സ് ചെയ്ത് നിങ്ങൾക്ക് തരാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ QA ആയിരിക്കും, ഒരു ക്വസ്റ്റ്യൻ റീസണിങ് ആയിരിക്കും, ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ലോജിക്കൽ കേപ്പബിലിറ്റിയിലെ ഏതെങ്കിലും ടോപ്പിക് ആയിരിക്കും. അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 രീതിയിലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആ രീതിയിൽ നിങ്ങൾ തന്നെ മാനസികമായിട്ട് എന്ത് ചെയ്യുക, ഒരു തയ്യാറെടുപ്പ് നടത്തുക. മാത്രമല്ല 2 മണിക്കൂറിൻ്റെ പരീക്ഷയാണ്. 2 മണിക്കൂറിൻ്റെ പരീക്ഷ എന്ന് പറയുന്നത് പറയുമ്പോൾ എളുപ്പമാണെന്നുണ്ടെങ്കിലും എന്താണ്, ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ പലരും ട്രാവൽ ചെയ്തിട്ടാണ് എക്സാമിനേഷൻ ഹാളിലേക്ക് എത്തുന്നത്. അപ്പോൾ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ എക്സാമിന് പോകുന്നതിനേക്കാൾ മുന്നേ ഉള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു വെക്കുക. ഫോട്ടോ എടുക്കുന്ന പരിപാടി അല്ലേ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലുള്ള ഫോട്ടോ, അല്ലെങ്കിൽ അതിൽ നിന്നും സിമിലർ ആയിട്ടുള്ള ഒരു ഫോട്ടോ, അതേ ഫോട്ടോ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നില്ല. ആ ഫോട്ടോയും നിങ്ങളുടെ കൈവശമുള്ള ഫോട്ടോയും കണ്ടാൽ ഒരാളാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഫോട്ടോസ് നിങ്ങൾ കയ്യിൽ വെക്കുക. നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ്, ആധാർ കാർഡ്, മറ്റേതെങ്കിലും 1-2 ID കാർഡും കൂടെ കയ്യിൽ വെക്കുക. വേറെ ഒന്നും അകത്തേക്ക് കയറ്റില്ല. നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ വാച്ച് കെട്ടി കൊണ്ടുപോയാലോ, നിങ്ങൾ ഈ ഓർണമെന്റ്സ് ഉണ്ടെങ്കിലോ ബെൽറ്റ് ഉണ്ടെങ്കിലോ ഇതൊന്നും എക്സാമിനേഷൻ ഹാളിലേക്ക് കയറ്റില്ല. ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് അവർ എന്ത് ചെയ്യുക, നിങ്ങൾ അകത്തേക്ക് കയറ്റുക. ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യും, അതൊക്കെ അഴിച്ചു വെപ്പിച്ച്, ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അഴിച്ചു വെപ്പിച്ചിട്ടായിരിക്കും ചെയ്യുക. നോട്ടിഫിക്കേഷനകത്തും വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, എല്ലാ എക്സാമിനേഷൻ സെന്ററിലും ഇത്തരത്തിലൊരു ക്ലോക്ക് റൂം പ്രൊവൈഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് RRB പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ എക്സാമിനേഷന് പോകുന്ന കുട്ടികൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഈ പറയുന്ന വിലപിടിപ്പുള്ള സംഭവങ്ങളെല്ലാം ഏൽപ്പിക്കുക. അല്ലാത്തവരെന്ത് ചെയ്യുക, അതൊന്നും കൊണ്ടുപോകാതെ പോരായിട്ട് നോക്കുക. കാരണം നമ്മൾ എക്സാം എഴുതാനാണ് പോകുന്നത്. ആ സമയത്ത് നമ്മുടെ തോട്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എന്താണ്, എക്സാമിൽ നിന്ന് നമ്മൾ തെന്നി മാറാനുള്ള സാധ്യത, നമ്മുടെ റാങ്ക് താഴോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ 2 മണിക്കൂറിൻ്റെ പരീക്ഷയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള സമയങ്ങൾ വേറെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് എക്സാമിനേഷൻ ഹാളിലേക്ക് നിങ്ങൾ അതിന് മുന്നേ തന്നെ അവർ കയറ്റിയിരുത്തും. അപ്പോൾ ചുരുങ്ങിയത് നിങ്ങൾ കമ്പ്യൂട്ടറിന് മുന്നേ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഒരു 1/4 മണിക്കൂറെങ്കിലും നിങ്ങൾ സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഇരിക്കും. അപ്പോൾ മൊത്തത്തിലൊരു 3 മണിക്കൂറിൻ്റെ അടുത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം ഹാൾ എന്ന് പറയുന്ന ആ ഒരു സ്പേസിനകത്ത് നിങ്ങൾ അവിടെ ഇരുന്നിരിക്കും. എക്സാം കഴിഞ്ഞിട്ട് ഇരിക്കും. എക്സാം കഴിഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ മാറ്റർ ചെയ്യുന്ന കേസല്ല. എക്സാമിന് മുന്നേ എക്സാമിൻ്റെ സമയത്തും എങ്ങനെ നിങ്ങൾ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മുടെ റിസൾട്ടിലേക്ക് നയിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു 3 മണിക്കൂറെങ്കിലും ആ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കാൻ സജ്ജമായിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, എക്സാമിനേഷൻ ഹാളിലേക്ക് കടക്കാൻ. അപ്പോൾ 2 മണിക്കൂറിൻ്റെ പരീക്ഷ ഇത്രയും ഡിസ്ട്രിബ്യൂഷനാണ് വരുന്നത്. ഇനി ഇതിനെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ടോപ്പിക് ആയിട്ടുള്ള അനലിറ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ കേപ്പബിലിറ്റിയിൽ 2 സെക്ഷൻസ് ഉണ്ട്. മാത്തമാറ്റിക്സ് ഉണ്ട്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷനും ഉണ്ട്. അപ്പോൾ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ QA ഡിസ്കഷൻ, QA എന്ന് പറഞ്ഞാൽ ബേസിക്കലി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. സിലബസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല.
രണ്ട്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ. ഇത് പൊതുവിൽ RRB പരീക്ഷകൾക്ക് അത്ര കണ്ട് വെയിറ്റേജ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ഇവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്, ഡെസിഷൻ മേക്കിംഗ് അത് ഈ സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ജോലിയുടെ സ്വഭാവത്തിൽ വരുന്ന ഒരു കാര്യമാണ്, തീരുമാനം എടുക്കേണ്ട സാഹചര്യങ്ങൾ. അപ്പോൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 60 മാർക്കാണെങ്കിൽ ചിലപ്പോൾ 40 മാർക്ക് QAയും ഒരു 20 മാർക്കിനെങ്കിലും DAയിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും ചോദ്യങ്ങൾ വരുമ്പോൾ എക്സോസ്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. മാനസികമായിട്ട് എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും ഞങ്ങളിത് പഠിച്ചതാണ്, എനിക്കിത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ളൊരു മാനസികാവസ്ഥയിൽ തന്നെ ഇരിക്കുക. അപ്പോൾ ഇത് 60 മാർക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒരു 40:20 അല്ലെങ്കിൽ ചിലപ്പോൾ 30:30 രീതിയിലൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. നമുക്കറിയില്ല, ആദ്യമായിട്ടാണ് കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്ന എക്സാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ തന്നെ സജ്ജരാക്കുക. ഇനി സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ലോജിക്കൽ കേപ്പബിലിറ്റിയാണ്. അവിടെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ലോജിക്കൽ റീസണിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ വരുന്നുണ്ട്. ഇതിൽ ലോജിക്കൽ റീസണിങ്ങിൽ ബൈനറി ലോജിക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പ്രധാനമായിട്ടും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഉള്ളത്. ബാക്കിയെല്ലാം തന്നെ നമ്മൾ RRBയുടെ മറ്റ് പരീക്ഷകളിൽ റീസണിങ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ ബൈനറി ലോജിക് എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമാണ് പുതിയതായിട്ട് വരുന്നത്. അപ്പോൾ ബൈനറി ലോജിക്കിൻ്റെ ഭാഗം മാത്രം ഒന്ന് റീഫ്രഷ് ചെയ്യുക. ബാക്കിയൊക്കെ നിങ്ങൾ ഓൾറെഡി മറ്റ് എക്സാംസിന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് മാത്രം ഒന്ന് പൊടി തട്ടി എടുക്കുക. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്, അതൊരു പുതിയ ടോപ്പിക്കാണ്, എനിക്കിനി പഠിച്ചെടുക്കാൻ സമയമില്ല എന്നുള്ളവർ, അല്ലെങ്കിൽ ഇതുവരെ ആ ടോപ്പിക്ക് നോക്കാത്തവർ വിട്ടേക്കുക. പിന്നെ ആ ഭാഗത്തേക്ക് നോക്കരുത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാലും എന്ത് ചെയ്യുക, അത് ലീവ് ചെയ്യുക. അത് അവസാനം മാത്രം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ലോജിക്കൽ കേപ്പബിലിറ്റി രണ്ടാമത്തെ ഭാഗമാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. റീഡിംഗ് കോംപ്രിഹെൻഷനിൽ ഒരു 3-4 ടൈപ്പുകൾ, 5 ടൈപ്പോളം സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ വരാൻ സാധ്യത എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഒരു സ്മോൾ പാരഗ്രാഫ് തന്നിട്ട് അതിനകത്തുനിന്ന് ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു രീതിയായിരിക്കും വരിക. അങ്ങനെയെങ്കിൽ, അതായത് ചെറിയ പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നും ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക. പാരഗ്രാഫ് മുഴുവൻ വായിച്ച് സമയം കളയുന്നതിനേക്കാൾ മുന്നേ ചോദ്യം ഒന്ന് വായിച്ചതിന് ശേഷം പാരഗ്രാഫിലേക്ക് കടക്കുന്നതാണ് നല്ലത്. പാരഗ്രാഫ് പെട്ടെന്നൊന്ന് വായിച്ച് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ പാരഗ്രാഫ്, ഒറ്റ ചോദ്യം, സിംഗിൾ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചതിന് ശേഷം പാരഗ്രാഫ് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വലിയ പാരഗ്രാഫിൽ നിന്ന് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പാരഗ്രാഫ് മുഴുവനായിട്ടൊന്ന് ഓടിച്ചു നോക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലോജിക്കൽ സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ ഓഫ് ഗിവൺ പാരഗ്രാഫ് എന്ന് പറയുന്ന 2 സെക്ഷൻ കൂടെ ഉണ്ട്. നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ സിലബസ് നോക്കിയിട്ടുള്ള കുട്ടികൾക്ക് അറിയാം, അതിനകത്ത് ഇങ്ങനെ തന്നെ 2 പേരുകൾ കിടപ്പുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ലൈനും ലാസ്റ്റ് ലൈനും നോക്കിയാൽ ചിലപ്പോൾ ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. സ്റ്റൈൽ ഓഫ് പാരഗ്രാഫ് ഒക്കെ പ്രത്യേകിച്ച് ചോദ്യത്തിൻ്റെ ആദ്യത്തെ ലൈൻ, പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലൈനും അല്ലെങ്കിൽ ലാസ്റ്റ് ലൈനും നോക്കിയാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെ ചെയ്താൽ ഉത്തരം കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്, അവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തതാണ്. അതൊക്കെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, മെന്റൽ റീസണിംഗ് ആണ്. മെന്റൽ റീസണിങ്ങിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറയാത്തത് ഓൾറെഡി എല്ലാ RRBയുടെ എക്സാംസിനകത്തും ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെയാണ് വരിക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൽ ഇത്രയൊക്കെ വേരിയേഷൻസ് ആണ് വരാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലൊന്ന് കണക്ക് കൂട്ടുക, ഇങ്ങനെയൊക്കെ വരാം. അപ്പം ഞാൻ ആ സമയത്ത് പാനിക് ആവാൻ പാടില്ല, ആ സമയത്ത് ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഡീൽ ചെയ്യണം, ആ സമയത്ത് ആ ക്വസ്റ്റ്യനെ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള തോട്ടുകളൊക്കെ മനസ്സിൽ സെറ്റ് ചെയ്ത് പ്രീ പ്ലാൻ ചെയ്തിട്ട് എക്സാമിനേഷൻ ഹോളിലേക്ക് കിടക്കുക. അവിടെ എത്തി പുതിയൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യാത്ത, നിങ്ങൾ കാണാത്തൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പതറരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സബ്ജക്റ്റ് വൈസ് നിങ്ങൾ ഒന്ന് ഡീൽ ചെയ്യേണ്ട കാര്യം. പക്ഷേ ഇതിനേക്കാൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആദ്യമായിട്ടാണ് നിങ്ങൾ എഴുതാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു. എക്സാമിനേഷൻ്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തു, ഈ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫ്സ് എടുത്തു, ഓർണമെൻറ്റ്സും മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചു. നമ്മൾ എക്സാമിനേഷൻ ഹാളിലെത്തി, സെൻറ്ററിലേക്ക് അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ബയോമെട്രിക് എല്ലാം എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, സിസ്റ്റത്തിൻ്റെ മുന്നിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നു. സിസ്റ്റത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ചെന്ന് ഇരിക്കുന്നു. ഇനി എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്? അവിടെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ വലിയ ഹാളായിരിക്കാം, ചിലപ്പോൾ അപ്പുറത്ത് ക്യാബിൻ വൈസ് ആയിരിക്കും. അപ്പുറത്തുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിക്കോണം നിർബന്ധമില്ല. ചിലപ്പോൾ വലിയ ഹോളായിരിക്കാം, തല ഉയർത്തി നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തുള്ള മൊത്തം ആൾക്കാരെയും ഇൻവിജിലേറ്ററൊക്കെ കാണാൻ പറ്റും. ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ അപ്പുറത്ത് ഒച്ചപ്പാടും ബഹളമുള്ള ഏതെങ്കിലും സിറ്റി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പുറത്ത് ഡ്രില്ലിംഗ് മെഷീൻ്റെ സൗണ്ട് കേട്ടു എന്ന് വരാം, ചിലപ്പോൾ ട്രാഫിക്കിൻ്റെ സൗണ്ട് കേട്ടെന്ന് വരാം, ചിലപ്പോൾ വിജനമായിട്ടുള്ള സ്ഥലമാണെങ്കിൽ ഇതൊന്നും കേൾക്കണം നിർബന്ധമില്ല. അപ്പോൾ പല രീതിയിലുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കും നിങ്ങൾ എത്തിപ്പെടുക. അവിടെ നിങ്ങൾ ഒരു സിസ്റ്റത്തിൻ്റെ മുന്നിൽ എത്തുന്നു. സിസ്റ്റത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ആദ്യം കാണാനായിട്ട് പോകുന്നത് ഇങ്ങനെ ഒരു
സംഭവമായിരിക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അടിക്കാം. യൂസർ നെയിം ഓൾറെഡി നിങ്ങളുടെ നെയിം ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. അത് രണ്ടും അടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യേണ്ട സമയം എപ്പോഴാണെന്ന് കൃത്യമായിട്ട് ഇൻവിലേറ്റർ പറയും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ അതിനകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 120 ചോദ്യമാണെന്ന് പറയുന്നുണ്ട്. ടോട്ടൽ ഡ്യൂറേഷൻ 120 മിനിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെന്ന് പറയുന്നുണ്ട്. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ ക്ലിക്ക് ഓൺ സേവ് ആൻഡ് നെക്സ്റ്റ് ബട്ടൺ ആഫ്റ്റർ ആൻസറിങ് എവറി ക്വസ്റ്റ്യൻ ടു സേവ് യുവർ ആൻസർ എന്ന് പറയുന്നുണ്ട്. അതർവൈസ് യുവർ ആൻസർ വിൽ നോട്ട് ബി സേവ്ഡ് എന്നും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിച്ചു നോക്കുക. ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്, പക്ഷേ ഇതൊക്കെ വായിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടും, തീർച്ചയായിട്ടും സമയം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് ബട്ടൺ ആഫ്റ്റർ ആൻസറിങ് എവറി ക്വസ്റ്റ്യൻ ടു സേവ് യുവർ ആൻസർ. നിങ്ങളെ ആൻസർ കഷ്ടപ്പെട്ട് മാത്സ് ഒക്കെ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തില്ല? സേവ് ആൻഡ് നെക്സ്റ്റ് ബട്ടൺ കൊടുത്തില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട് അതർവൈസ് യുവർ ആൻസർ വിൽ നോട്ട് ബി സേവ്ഡ്. ആൻസർ സേവ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നത് മാത്രം. ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെന്നുള്ളത് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ അടുത്ത ഇവിടെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഇതിലേക്ക് പോകും. അവിടെയും വീണ്ടും ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ടാവും. അതിനകത്ത് നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്ലീസ് നോട്ട് ഓൾ ക്വസ്റ്റ്യൻസ് വിൽ അപ്പിയർ ഇൻ യുവർ ഡിഫോൾട്ട് ലാംഗ്വേജ്. ദിസ് ലാംഗ്വേജ് ക്യാൻ ബി ചേഞ്ച്ഡ് ഫോർ എ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ലേറ്റർ ഓൺ. ആൻഡ് ഇവിടുത്തെ ഡിഫോൾട്ട് ലാംഗ്വേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെയും നിങ്ങൾക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം. അതിനുശേഷം ഡിക്ലറേഷന് ടിക്ക് കൊടുക്കുക. ഐ ആം റെഡി ടു ബിഗിൻ എന്ന് പറഞ്ഞ് കൊടുക്കുക. എക്സാം സ്റ്റാർട്ട് ചെയ്യും. എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിൻഡോ ഈ കാണുന്ന പോലെ ഇരിക്കും. എക്സാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി 120 മിനിറ്റിൽ നിന്നാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ടൈമർ ഉണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യൻ്റെയും നെഗറ്റീവ് മാർക്ക്, ഓരോ ക്വസ്റ്റ്യനും നെഗറ്റീവ് മാർക്കല്ല, മൊത്തത്തിലുള്ള നെഗറ്റീവ് മാർക്ക് എത്രയാണെന്നുള്ളതും കറക്റ്റ് ആൻസറിന് എത്ര മാർക്ക് ഉണ്ടെന്നുള്ളതും ഇവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഇൻസ്ട്രക്ഷൻസിലേക്ക് പോകണമെങ്കിൽ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ. ഇതൊക്കെ പിന്നീടുള്ള കേസാണ്. ആൻഡ് ഇവിടെ ഒരു 5 കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. ഓരോ കളർ കോഡിൻ്റെയും അർത്ഥങ്ങളും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചോദ്യം ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേഡ് ആണ്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഇമേജ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഇമേജിൽ ചെന്ന് ക്ലിക്ക് ചെയ്തിട്ട് മൗസ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇമേജിൻ്റെ സൈസ് വലുതാക്കാനോ ചെറുതാക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു വിൻഡോ ഉണ്ട്. ഈ വിൻഡോ നിങ്ങൾക്ക് ഇങ്ങോട്ടും മാറ്റുന്നതിലൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് പകരം നേരെ പോയി അവിടെ ഏത് ക്വസ്റ്റ്യൻ എടുക്കാം? 100ാമത്തെ ചോദ്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എന്തായി? സേവ് ആയി എന്നർത്ഥം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു എന്നർത്ഥം. അപ്പോൾ 5 കളർ കോഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ കളർ കോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ വൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ യു ഹാവ് നോട്ട് വിസിറ്റഡ് ദ ക്വസ്റ്റ്യൻ യെറ്റ്. ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിലാണ് ഈ വിൻഡോ ഇരിക്കുന്നത്. ബാക്കി എല്ലാം വൈറ്റ് കളറാണ് എന്ന് പറഞ്ഞാൽ ബാക്കി 99 ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടില്ല? നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടില്ല എന്ന് അർത്ഥം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് പോലും ഇല്ല എന്ന് അർത്ഥം. മനസ്സിലായോ? ഇനി ഒന്നാമത്തെ ചോദ്യത്തിന്റെ കളർ ഇപ്പം എന്തായിട്ടിരിക്കുന്നത്? ഈ ഒരു കളറിലല്ല ഇരിക്കുന്നത്. അപ്പോൾ ആ ചോദ്യം നിങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളറിൽ കാണിക്കും. ചോദ്യം നിങ്ങളുടെ വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ ഈ കളറിൽ കാണിക്കും. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? നിങ്ങൾ ചോദ്യം നിങ്ങളുടെ വിൻഡോയിൽ വന്നു, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? ആൻസർ ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ വെള്ള കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുമില്ല. ഈ റെഡ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കണ്ടു, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടില്ല. പച്ച കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ അത് എന്ത് കളറായിട്ട് മാറും? ഗ്രീൻ കളറായിട്ട് മാറും. ഇനി ഈ ഒരു വയലറ്റ് കളർ കണ്ടോ? യു ഹാവ് നോട്ട് ആൻസർഡ് ദ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്തിട്ടില്ല, ബട്ട് ഹാവ് മാർക്ക്ഡ് ദ ക്വസ്റ്റ്യൻ ഫോർ റിവ്യൂ. അതായത് ഇപ്പം ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. ടൈം ചിലപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇത് ഒരുപാട് ടൈം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എനിക്ക് കുറച്ച് സമയം കിട്ടിയാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കും? ഞാൻ ഇത് പിന്നെ വന്ന് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മറ്റേ ഇതല്ലല്ലോ, ബുക്ക്ലെറ്റ് അല്ലല്ലോ, ഓൺലൈൻ ആയിട്ടല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? യു ഹാവ് നോട്ട് ആൻസേർഡ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടില്ല, പക്ഷെ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ വന്ന് ആൻസർ ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതിനെ മാർക്ക് ചെയ്ത് വിട്ടു ഫോർ റിവ്യൂ. പിന്നീട് വന്ന് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇനി മറ്റൊരു സാധ്യത എന്താണ്? നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത പച്ച കളറിൽ കാണിക്കും. പക്ഷെ ഒരു സംശയമുണ്ട്, ഞാൻ ചെയ്ത ഫോർമുല തന്നെയാണോ കറക്റ്റ്? ഇപ്പോൾ ഫോക്കൽ ലെങ്ത്തിന്റെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഫിസിക്സിൽ നിന്നൊരു എക്സാമ്പിൾ എടുത്ത് കാണിക്കാം. 2f എന്ന് പറഞ്ഞും വരാം, f/2 എന്നും പറഞ്ഞും വരാം, അല്ലേ?
അപ്പോൾ അതിൽ ഏതാണ് സംശയം? ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്, അത് 2f ആണോ f/2 ആണെന്ന് സംശയം വന്നു. 2 ഓപ്ഷൻ ഇതിനകത്ത് കിടപ്പുണ്ട്. ഞാൻ 2f എന്ന് പറഞ്ഞ ഒരു ഏരിയ ഒരു ഇത് വെച്ചുകൊണ്ട് പോവാണ്, പക്ഷേ എനിക്കത് ശരിയാണോ സംശയം ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഈ ഓപ്ഷൻ കൊടുത്താലും എനിക്ക് പിന്നീട് ഒന്ന് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആൻസർ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, റിവ്യൂവിന് മാർക്ക് ചെയ്തു. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വയലറ്റ് കളർ തന്നെ, പക്ഷെ ഇങ്ങനെ ഒരു പച്ച സിമ്പലും കൂടെ അവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ രീതിയിൽ 5 തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ നിങ്ങൾക്ക് 5 തരത്തിൽ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ 5 മാർക്കിങ്ങുകളും ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ നോട്ട് വിസിറ്റഡ് ആണ്. മൂന്നാമത്തെ ചോദ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കാം. നാലാമത്തെ ചോദ്യത്തിന് ആൻസേർഡ് ആൻഡ് മാർക്ക്ഡ് റിവ്യൂ എന്നും പരിഗണിക്കാം. ഇനി ഈ 5ാമത്തെ കാറ്റഗറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ആൻസർ ചെയ്തതാണ്, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തില്ല, പകരം മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്, അല്ലേ? സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തില്ല, മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. സപ്പോസ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ രണ്ടാമത് വിസിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, ടൈം തീർന്നു പോയെന്ന് വിചാരിക്കും, എന്ത് ചെയ്യും, അത് പരിഗണിക്കും. വിൽ ഓൾസോ ബി ഇവാലുവേറ്റഡ്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എന്താണോ മാർക്ക് ചെയ്തിരിക്കുന്നത് അത് വെച്ചിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ആൻസർ പരിഗണിക്കും, നിങ്ങളുടെ മാർക്ക് ഇവാലുവേറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 5 സാധ്യതകൾ മനസ്സിലാക്കി വെക്കുക. എക്സാമിനേഷൻ ഹാളിൽ ഈ 5 കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എടുക്കാനായിട്ട്. ഇതെല്ലാം വായിച്ചു നോക്കാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഞാൻ ഒന്നുകൂടെ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്നു എന്ന് മാത്രം, ഒന്ന് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിൽ ഇതെല്ലാം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം എക്സാം സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി the questions will appear on the screen in serial order from question 1 to 120, which can be answered one by one as given below. To select your answer, click on the button of one of the options. One of the options ന്റെ ആ ബട്ടണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അതാണ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. To deselect your chosen answer, click on the button of the chosen option again or click on the clear response button. ഇപ്പോൾ ഞാൻ ഇത് ക്ലിക്ക് ചെയ്തു, എനിക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്ഷനെ ഡീസെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ക്ലിയർ റെസ്പോൺസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ടാബ് ഞെക്കിയാലും മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ആൻസർ ചെയ്തിട്ടുള്ള സംഭവം മാറ്റാം. ഇനി ടു സേവ് യുവർ ആൻസർ യു മസ്റ്റ് ക്ലിക്ക് ഓൺ ദ സേവ് ആൻഡ് നെക്സ്റ്റ് ബട്ടൺ. നിങ്ങളുടെ ആൻസർ ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മാർക്ക് ഫോർ റിവ്യൂ ആണെന്നുണ്ടെങ്കിലും ഇവാലുവേറ്റ് ചെയ്യും. അതല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യണം, സേവ് ആൻഡ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇനി ഇൻ കേസ് ഓഫ് ഡൗട്ട് ഓൺ ദ ഓപ്ഷൻ മാർക്ക്ഡ് ഫോർ എ ക്വസ്റ്റ്യൻ, ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി മാർക്ക്ഡ് ഫോർ റിവ്യൂ ബൈ ക്ലിക്കിംഗ് മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് ബട്ടൺ. ഇൻ കേസ് ദ മാർക്ക്ഡ് ഓപ്ഷൻ ഈസ് നോട്ട് റിവ്യൂഡ്, അത് നിങ്ങൾ പിന്നീട് വന്ന് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ, ദ ഒറിജിനലി മാർക്ക്ഡ് ഓപ്ഷൻ ഷാൽ ബി കൺസിഡേർഡ് ഫോർ ഇവാലുവേഷൻ. നിങ്ങൾ ഏതാണോ മാർക്ക് ചെയ്തിരിക്കുന്നത് അത് എന്ത് ചെയ്യും, ഇവാലുവേഷന് വേണ്ടി പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ എക്സാമിന് നിങ്ങൾ സജ്ജരായിട്ട് മുന്നോട്ട് പോവുക. നേരത്തെ പറഞ്ഞ പോലെ കണ്ടന്റിൻ്റെ കാര്യത്തിൽ ആ വെയിറ്റേജുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനകത്തുനിന്ന് എന്ത് ചെയ്യുക, അവിടെ ഇനി ഒരുപാട് റിവിഷൻ അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തൊന്നും സമയം കളയേണ്ട കാര്യമില്ല. നിങ്ങൾ ഓൾറെഡി ഇത്രയും നാൾ പഠിച്ച കുട്ടികളാണ്, നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട്. നിങ്ങളുടെ ഇൻസ്റ്റിങ്ക്റ്റിനെ ട്രസ്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ എക്സാമിനേഷൻ ഹാളിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? 1 question is equal to 1 mark. No question is superior. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ ഒരു ടോപ്പിക്ക് നിങ്ങൾ പുതിയതായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എനിക്ക് ഈ ടോപ്പിക്ക് അറിയാം, ഞാൻ ഇതിനകത്ത് കുറേ ചോദ്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മുന്നിൽ അടിയറവ് പറയാൻ ഞാൻ തയ്യാറല്ല. ഇത്തരത്തിലുള്ള യാതൊരു ഈഗോയ്ക്കും എക്സാമിനേഷൻ ഹാളിൽ പ്രസക്തിയില്ല. എല്ലാ ചോദ്യത്തിനും ഒരേ മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ മറ്റൊരു ക്വസ്റ്റ്യൻ്റെ മുകളിലല്ല. എളുപ്പമുള്ള ചോദ്യമെന്നോ ബുദ്ധിമുട്ടുള്ള ചോദ്യമെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ഏത് ചോദ്യം ചെയ്താലും നിങ്ങൾക്ക് എത്ര മാർക്കാണ്? 1 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ധാരണ മനസ്സിൽ വെക്കുക. അനാവശ്യമായിട്ടുള്ള പിടിവാശികൾ ഒഴിവാക്കുക. ഒരു ചോദ്യത്തിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഈ ടോപ്പിക് എനിക്കറിയാം, ഞാൻ കുറേ പഠിച്ചതാണ്, ഞാൻ കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പുറകെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാനുള്ള മനസ്സ് കാണിക്കുക. ന്യൂ സിലബസ് മീൻസ് എവ്രി വൺ സ്റ്റാർട്ട്സ് ഈക്വൽ. പുതിയ സിലബസ് ആണ്, പലതും പുതിയ സിലബസ് ആണ് ഇതിനകത്തുള്ളത്. ആദ്യമായിട്ട് നടത്തുന്നതാണ് ഈ പരീക്ഷ. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. എനിക്കും അറിയില്ല, എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന നിങ്ങൾക്കും അറിയില്ല, ഒരു കുട്ടിക്കും അറിയില്ല. അപ്പോൾ ആർക്കും അവിടെ ഒരു മുൻഗണനയില്ല. നിങ്ങളെല്ലാവരും ഒരേപോലെ തന്നെയാണ് ഇവിടെ എക്സാമിന് വേണ്ടി കടന്നു ചെല്ലാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ഒരേപോലെ തന്നെയായിരിക്കും ഞെട്ടലുകൾ ഉണ്ടായിരിക്കുക. എല്ലാവരും ഒരുപോലെ തന്നെയായിരിക്കും എന്ത് ചെയ്യുക, എക്സാമിനെ അഭിമുഖീകരിക്കുക. അപ്പോൾ അയ്യോ, ഇത് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്ന ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ഇതേ തോന്നൽ എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട് എന്നുള്ളൊരു മനസ്സ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലൂടെ കൊണ്ടുപോവുക. ഇനി സ്ട്രെസ് അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ് ഓൺലി റെഡ്യൂസസ് ആക്യുറസി. അവസാന നിമിഷത്തെ സ്ട്രെസ്
ആക്യുറസി കുറയ്ക്കും, തീർച്ചയായിട്ടും കുറയ്ക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കാം മൈൻഡ് ഈസ് ഈക്വൽ ടു ബെറ്റർ സ്കോർ. നല്ല മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കാമായിട്ടിരിക്കുക. നിങ്ങൾ ആ സമയത്ത് സ്ട്രെസ് ചെയ്തുകൊണ്ട് എക്സാമിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ആദ്യത്തെ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയെന്ന് വരാം. നിങ്ങൾ തിരിച്ച് ട്രാക്കിലേക്ക് വരാൻ ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അവസാന നിമിഷത്തെ ഈ പറയുന്ന സ്ട്രെസ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പഠിക്കേണ്ട കുട്ടികളെല്ലാവരും തന്നെ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ലാസ്റ്റ് മിനിറ്റ് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഹോൾ ടിക്കറ്റ്, ഫോട്ടോ, ID കാർഡ്, പിന്നെ മറ്റ് ഈ ഓർണമെൻറ്റ്സ് അതുപോലുള്ള സംഭവങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്യുക. അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെയ്തു വെച്ചേക്കുക. അതുപോലെ തന്നെ എക്സാമിനേഷൻ്റെ സെൻറ്റർ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നേരത്തെ എക്സാമിനേഷൻ ഹാളിൽ എത്തുക. അപ്പോൾ തന്നെ പകുതി ടെൻഷൻ ഒഴിവായി. പിന്നെ എക്സാമിനേഷൻ ഹാളിനകത്തുള്ള കാര്യങ്ങളല്ലേ, അകത്തുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ഡീൽ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് തന്നെ എക്സാം എഴുതി നല്ല മാർക്ക് വാങ്ങിച്ച് ഇത്തവണ തന്നെ സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എല്ലാവരും കയറി കൂടിട്ട് മറ്റൊരു വീഡിയോയിലും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.